ഇനി ഇതേപോലെ ഹൈടെക് ഉടായ്പ കാണിച്ച വേറൊരു വണ്ടിയും കൂടെ ഉടായ്പ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാവുന്നില്ലെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. കസ്റ്റമർ ഈ വണ്ടി വാങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം വാങ്ങിയതാണ്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുറേ കംപ്ലയിൻറ്റുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ വാണിംഗ് ലാമ്പുകളൊന്നും സ്റ്റാർട്ടിങ്ങിൽ മീറ്ററിൽ കാണുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് അന്നേരം തന്നെ തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ചു. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ഇതിനു മുമ്പ് നല്ലൊരു ഹൈടെക് ഉടായ്പ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. മീറ്റർ അഴിച്ച് നോക്കുമ്പോൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാണിംഗ് ലൈറ്റ് ഷോ ചെയ്യേണ്ട പല വാണിംഗ് ലൈറ്റിനും ഷോ ചെയ്യേണ്ട സ്ഥലത്ത് ഇതേപോലെ ബ്ലാക്ക് കളർ ഇൻസുലേഷൻ അടിച്ച് നല്ല വൃത്തിയായിട്ട് അതങ്ങ് മറച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ്റെ വാണിംഗ് ലാമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഷോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതും പുറകിൽ നിന്ന് ബൈപ്പാസ് ചെയ്ത ഡയോഡൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഹൈടെക് ഉടായ്പ കാണിച്ച വേറൊരു വണ്ടിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് 2020 മോഡൽ ഫോർഡ് മസ്താങ് ആണ്. ആക്സിഡൻ്റ് ആയൊരു വണ്ടിയാട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയില്ല. നമ്മുടെ വർക്ക്ഷോപ്പിലല്ല ഇതിൻ്റെ പണിയെടുക്കുന്നത്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നത് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതിലും ഉണ്ട് അങ്ങനെ ഒരു ഹൈടെക് ഉടായ്പ. ഇതിൻ്റെ മീറ്ററിലും ഒരു വാണിംഗ് ലാമ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല പ്രൊഫഷണലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്. ഏത് വാണിംഗ് ലാമ്പാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റാർട്ടായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇത് ദുബായ് മാർക്കറ്റിൽ നിന്ന് ആക്സിഡൻ്റ് ആയ വണ്ടി ചെറിയ പൈസയ്ക്ക് ലേലം വിളിച്ചെടുത്തുകൊണ്ട് വന്ന് പണിയിപ്പിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അറിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഹൈടെക് ഉടായ്പകളൊക്കെ ഒത്തിരി ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട്. ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. നല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സ്കാനറൊക്കെ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം വേറെ ഇങ്ങനത്തെ ഉടായ്പകളൊന്നും നടത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും.